എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് രതിമൂർച്ച ഉണ്ടായിട്ടില്ലേ? എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത്. ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധത്തിലെ സുഖത്തിന്റെ പാരമ്യത എന്നതാണ് രതിമൂർച്ച എന്ന് വിളിക്കുന്നത്. ഇത് എല്ലാവർക്കും എല്ലാ തവണയും ഉണ്ടാകണമെന്നില്ല. ലൈംഗിക ബന്ധം ആസ്വാദ്യകരമാക്കാൻ രതിമൂർച്ച ഉണ്ടാകണമെന്നും നിർബന്ധമില്ല. രതിമൂർച്ചയിലേക്ക് വരാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും ഇന്നുണ്ട്. എന്നാൽ തുടർച്ചയായി രതിമൂർച്ച അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത് ചില പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതൊരു പക്ഷേ അനോർഗാസ്മിയ എന്ന അവസ്ഥ മൂലവുമാകാം. ആവശ്യത്തിന് ലൈംഗിക ഉണർവിനും ഉത്തേജനത്തിനും ശേഷവും രതിമൂർച്ച വൈകി വരികയോ അടിക്കടി സംഭവിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരിക്കലും വരാതിരിക്കുകയോ ഇനി വന്നാൽ തന്നെ അതിന് തീവ്രത കുറഞ്ഞിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥക്കാണ് അനോർഗാസ്മിയ എന്ന് വിളിക്കുന്നത്. ഇത് പൊതുവെ സ്ത്രീകളിൽ കാണുന്ന ഒരു ലൈംഗിക പ്രശ്നമാണ്. ഇത് രതിമൂർച്ചയുടെ തീവ്രതയും ആവൃത്തിയുമൊക്കെ ഓരോരുത്തർക്കും ഓരോ തവണയും വ്യത്യസ്തമായതിനാൽ രതിമൂർച്ച ഉണ്ടാക്കാത്ത സാഹചര്യമെല്ലാം അനോർഗാസ്മിയ ആണെന്ന് കരുതാൻ കഴിയില്ല. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതും ഇടയ്ക്ക് സംഭവിക്കുന്നത്, സാഹചര്യങ്ങൾക്കോ പങ്കാളികൾക്ക് അനുസൃതമായോ സംഭവിക്കുന്നത് എന്നിങ്ങനെ അനോർഗാസ്മിയ പലതരത്തിലുണ്ട്. പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ, സാംസ്കാരികമായ പ്രശ്നങ്ങൾ, പങ്കാളിയോടുള്ള അടുപ്പം, ശാരീരികമായ പ്രശ്നങ്ങൾ, ചിലതരം മരുന്നുകളുടെ ഉപയോഗം എന്നിങ്ങനെ അനോർഗാസ്മിയക്ക് കാരണമാകുന്ന ഘടകങ്ങൾ നിരവധിയാണ്. മുൻകാലത്തുണ്ടായ ലൈംഗിക പീഡനം, ശരീരത്തെക്കുറിച്ചുള്ള മോശം കാഴ്ചപ്പാട്, ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള പാപബോധം, ലൈംഗിക സുഖത്തെ പറ്റിയുള്ള അറിവില്ലായ്മ എന്നിവയെല്ലാം രതിമൂർച്ചയിലെത്താനുള്ള ശ്രമങ്ങൾക്ക് വിലങ്ങ് തടിയായെന്ന് വരാം. ലൈംഗിക പങ്കാളികൾക്കിടയിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, സംശയങ്ങൾ, അടുപ്പമില്ലായ്മ എന്നിവയെ രതിമൂർച്ചയെ ബാധിക്കാം. അതുപോലെ പ്രമേഹം, മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ഗൈനക്കോളജി ചികിത്സകൾ, മദ്യപാനം, പുകവലി എന്നിവയെല്ലാം അനോർഗാസ്മിയക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കാവുന്ന ഘടകങ്ങളാണ്. ഇതിനുള്ള ചികിത്സ എന്ത് കാരണം കൊണ്ടാണ് രതിമൂർച്ച ഉണ്ടാകാതിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ലൈംഗിക ഉത്തേജനത്തെ പറ്റിയുള്ള ബോധവൽക്കരണം, ലൈംഗിക സുഖം വർദ്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾ, തെറാപ്പി മരുന്നുകൾ എന്നിവ ചികിത്സയ്ക്കായി ഇതിന് ഉപയോഗിക്കാറുണ്ട് അത്രേ.